നാടൻ പാട്ടിനെ വലിയ ഒരു ഉണർവ് നൽകിയ ഒരുപാട് ആളുകളെ, പാവപ്പെട്ട ആളുകളെ സഹായിച്ച ഒരു മഹാനായ കലാകാരൻ. അദ്ദേഹത്തിന് ഒരു സ്മാരകം ഉയരുക എന്നുള്ളത് ചാലക്കുടിക്കാരുടെ വലിയ ആഗ്രഹമാണ്, സ്വപ്നമാണ്. അങ്ങനെ ജനപ്രതിയായപ്പോൾ വലിയ താല്പര്യത്തോടുകൂടി വിഷയത്തിൽ ഇടപെടുകയും 50 ലക്ഷം ഉണ്ടായിരുന്ന ആ തുക 3 കോടി രൂപയായിട്ട് ഉയർത്താൻ ഗവൺമെൻറ് അനുമതി നൽകുകയും ചെയ്തു. നിരവധി തവണ വിഷയത്തിൽ ഇടപെട്ടു. ഇത് സംസ്ഥാന ഗവൺമെൻറ് ഫോക്ലോർ അക്കാദമിയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം വന്നപ്പോൾ നിയമസഭയിലും നേരിട്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും വിഷയം നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. പക്ഷേ നിർമ്മാണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് പണം അനുവദിക്കാത്തതുകൊണ്ട് അവർ നിർമ്മാണം തുടങ്ങാത്തൊരു സാഹചര്യമാണ്. ഈ വിഷയം കഴിഞ്ഞ നിയമസഭാ സമ്മേളനം വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു പറഞ്ഞു, ഇത് നാടിൻ്റെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ഒരു വികാരമാണ്, തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനോട് ഒരു വലിയ രീതിയിലുള്ളൊരു താല്പര്യം ഈ ഗവൺമെൻറ് കാണിക്കാത്തതിലുള്ള വലിയ നിരാശയും ദുഃഖത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചാലക്കുടിക്കാർക്ക് ആവശ്യപ്പെടാനുള്ളത്, ചാലക്കുടി ജനപ്രതിനിധികൾക്ക് ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഇത് തുടങ്ങാനായിട്ടുള്ള നടപടികൾ ഈ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകണമെന്നാണ്. ഇതിൻ്റെ ഏജൻസിക്ക് ഇപ്പോഴും സർക്കാർ പണം കൊടുത്തിട്ടില്ല എന്നുള്ള വലിയൊരു ഗൗരവമായ കാര്യമാണ് അങ്ങ് ഉന്നയിച്ചിട്ടുള്ളത്. ശിലാസ്ഥാപന കർമ്മത്തിന് മന്ത്രി പറഞ്ഞത് 10 മാസം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ്. വലിയ ഉദ്ഘാടന ചടങ്ങ് നടത്തി ഇത് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന കലാഭവമണി എന്ന ഇടതുപക്ഷക്കാരനായ ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഹേളനമായിട്ട് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ പൈസ കൊടുക്കാത്തതാണ് ഇതിൻ്റെ ഒരു വിഷയം. അല്ല, ഞാനിതിലൊരു രാഷ്ട്രീയമില്ല. കലാഭവമണി എന്ന് പറയുന്നത് ഒരു മഹാനായ കലാകാരനാണ്, പ്രത്യേകിച്ച് ചാലക്കുടിയുടെ വികാരമായിട്ടുള്ള ഒരു മഹാനായ കലാകാരനാണ്. അദ്ദേഹത്തിന് സ്മാരകം എന്നുള്ളത് ചാലക്കുടിക്കാരുടെ ഒരു ആവശ്യമാണ്. അത് നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിരന്തരം നിയമസഭയിൽ ആവശ്യപ്പെടുകയും ചോദ്യങ്ങളായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഒക്കെ മീറ്റിങ്ങിലൊക്കെ കൂടി ആവശ്യപ്പെട്ടതാണ്. അതിനനുകൂലമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ നിർമ്മാണ ഏജൻസിക്ക് പണം ഗവൺമെൻറ് കൊടുത്തില്ല എന്നുള്ളൊരു ഗുരുതരമായ വീഴ്ച അതിനകത്ത് നിലനിൽക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസവും നമ്മൾ മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു. അടിയന്തരമായി അവർ പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.